ഞങ്ങളുടെ കർത്താവായ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധന്മാരെന്നിവതൻ പ്രാർത്ഥനയാൽ വചനമതാം രാജാവീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി വർഗത്തിൽ മുഴുവൻ ജീവനതും ഞങ്ങൾ കുടയോനാം ജീവനും സഹിതം വന്നിടനി പരികീർത്തികനി കൃപചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു.
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറയ്ക്കുമോ ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന്റെ കൈയാലുള്ള പരിച്ഛേദനായേറ്റ പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചമ്രക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വയോടും സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചോർന്ന് ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യരാക്കി സൃഷ്ടിപ്പാനും ക്രിസ്തുവിന്മേൽ വെച്ച ശസ്ത്രത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്കുള്ള പ്രവേശനമുണ്ട്. ആമീനാഹായ് ബാറയ്ക്കുമോ അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തുകൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനെ ദൈവത്തിന്റെ ജീവനുള്ള വനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറയ്ക്കുമോർ സ്ലോമോ ലകുൽക്കൂ Sodomoranes Masiho, Chorus Mahionis, and Matthias Leho, Marsono, the Marzahai, Furcono, Level Sabina Hokil, the Varano, the Moran Valahan, Purocodelanes Masiho, Belso the Hayalava, the Spasar Mensulto, Cadis, the Mariam, William de Nokan, The Gospel according to St. Matthew, chapter 10, verses 34 to chapter 11, verse 1. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വാളിനെ അല്ലാതെ സമാധാനമുണ്ടാക്കുവാനല്ല വന്നത്. എന്നാൽ ഒരുവനെ തന്റെ പിതാവിനോടും ഒരു മകളെ തന്റെ മാതാവിനോടും ഒരു മരുമകളെ തന്റെ അമ്മായി അമ്മയോടും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യനെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകുന്നു. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേരുന്നവനല്ല. തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തൊരുവനും എനിക്ക് ചേരുന്നവനല്ല. സ്വന്തം ജീവനെ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവനത് നശിപ്പിക്കും. എന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവനത് നേടുകയും ചെയ്യും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന്
പുണ്യവാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യനെന്ന നിലയിൽ ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുത്താൽ അതിന്റെ ഫലം പോലും അവന് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു കഴിഞ്ഞ ശേഷം യേശു അവിടെ നിന്ന് നഗരങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി പോയി. ബാറക്കുമോ റോസൈനോ ലകുൽഖൂ. Amin. Barkimor Somen Kalos. Barkimon Sare Kula Rahme Vahanono Ben Marionabi. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതി സ്തോത്രവും പ്രാഭവം പുകഴ്ചയും വാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ നിനക്ക് സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബകലഹുന്യാമോ സ്വതഹായാൻ ലെവൽ മീ. ബാറക്കുമോർ അനുഗ്രഹിക്കുന്ന കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യോ സ്വർഗീയമായ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. Mahasiyono hokil madakhiyono subuko Odoyolo hoyola masahadono labisosan Lahiyat muriyo aloho bamraumono sedahobo Lagtawamo sagir or bodlo masmani Lagtawad kule amedilik Mahayno ustobo yasraha milan Yasagan muriyo aloho bahamid meno Yasagar bahon Mariyola Nabisoso Dabohan Mudahan Mudrabunan Mudamalfunan Mudanidan Mudakulhunani Damahaimni Yelveto Diloka Deso Vamsabauto Anik Mariyola Navsosan Varuhosan Fagarayhun Rustalo Daramedaganon Valgarmayhun Husoyo Mahaziyona Vilan Valahun Masiho Malkan Muriyo Moran Morod Tesbuhoto Vanilan Mordo Leolando Laudaronan Vafurugulan Kabes Laosan Tasbosan Wabar Batala Laho Barame Kelagulhen Marvoso Kasioso
والسبت رقصمنا برهمون سغمور كليوابا والغرسو طبسو هودي سيلك بريد سلومو وسول كولان سلومو كريستيانويو هودي لك رحيم بابي وصفا لالو سوك ساكن لان والغرسو طبسو وسول كولان لو سبهو دودي سو مسكينا خوشو وابكول سبحان للمين തന്റെ ആട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളോവേ നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്ന് പൂഴിയായി എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങൾ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപന്മാരുടെയും നിനക്ക് കാദേശ് പാടുന്നവരായ ശ്രോപ്പന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യഥാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി പാപമോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവെ, ആവശ്യക്കാരുടെ മുൻപിൽ നിന്റെ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരുവച്ചു വന്ന് നിന്റെ തിരുവൻപാകെ സമ്മേളിക്കണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങളിതാ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കൃപാനയിൽ പ്രേരിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബ്കുല സുബ്ഹാൻ ലെവൽ മീ ലോഹോന കാവൽ ഹോ സോദഹാവേ സുബഗോനോ ദാതോഹെ ബത്രായഹുൻ വൽമലോലമുൽമീ യേനോ അബ്ദോ മഹിലോ ഹതോയോ യനയുനി വിമാ കാദീസ് അബോ Kadeso Bro Kadeso Kadis Roho Ayo Kadeso Dem Kades lever madhate ode kadhoy Esraha balavisosan alavisosan Dabohan dahan mudrabonan mudamalhonan mudanida Mudakulhonan idamahani Yeldeto dilo kadeso Batraihun walmalolamulmi ദിവ്യഗാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ പ്രാർത്ഥന ഏറ്റുകൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശം സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വവും താൻമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി
തിരുമനസായ പ്രകാരം സ്വർഗ്ഗത്തിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധനിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിൽ നിന്നും ജീവനെയും മനുഷ്യരെയും വരുവാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിനായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും വഹിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധമായാലും കാതോലികവും സ്ലൈംഗികവുമായ ഈ വിശുദ്ധസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കലും മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും വരുവാനെങ്കിലേ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം പ്രിയരേ ഇതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യാസ്നേഹത്തോടെ ദാനം നൽകും സമയം ആമീൻ. ബാരക്കുമോർ സോമൻ കാലോസ് ബർഹിമോർ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലെവൽ മീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ നമ്മുടെ ദൈവകർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തവനും അവനൊരടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം
പാറയ്ക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തല ഉനിക്കണം. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സംസർഗത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കണ്ണുകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സാലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരക്കിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ കാതീസ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാവമില്ലാത്തവനായ നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോ തന്റെ വിശുദ്ധാത്രി കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധാസ്ലിയന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. ലഹായ് ദലോലം
കുർബാനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാശ്ലീയന്മാർക്ക് നൽകിയത് മൂലം പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി ലഹായി ദലോലം ഉൽമീ. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവേ എന്നുള്ള നിർദ്ദേശവും അവൻ അവർക്ക് നൽകി. അതാമോ ദോസേനോ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയെ നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബീദയ്ക്കാമുക്കിലാബോ കാതമറോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ യഹോവേ, കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാറയ്ക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരുവാ സ്വർഗമാതമേൽ ഒരുങ്ങുന്ന പ്രതാപത്തിനോട് ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരിഞ്ഞ് ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാടി എത്ര ഭയങ്കരവും ഈ സമയത്ര ഭവിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മസിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റൂഹാ ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മസിഹായുടെ രക്തവുമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരുമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബ്ഹാൻ ലെവൽ മീ.
ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തി പോരുന്ന നമ്മുടെ പാത്രികേസന്മാരായ പൂർമാധ്യാത്യോസിന് വേണ്ടിയും അപൂർമ ബെസേലിയോസിന് വേണ്ടിയും അപൂർമ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അപൂർമ യോസേബിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായ്കൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. ഭാഗ്യമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരിൽ ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യാഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. ബാർക്കിമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനുമായ സലഭരണർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളെ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കളെ തീരാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. ബാരക്കുമോർ ഭൂമിയിലെ സകലാംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളും വിശുദ്ധിയുള്ളോളും മഹത്വമുള്ളോളും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും എവങ്കേലിയന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും നോട്ടക്കാരന്മാരുഹാനോന്മദാനായി സിംഹാസന്മാരിൽ പ്രധാനിയും സഹോദരന്മാരും പരുമായ പരിശുദ്ധനും മൗത്തുള്ളവരുമായ മാസ്തഫാനോസിനെയും സ്ത്രീഹന്മാരെയും തലവന്മാരായ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്നേഹയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ.
സ്ലേഹിയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു കേൾപ്പിച്ചവരായ സത്യമാന്മാരെ സ്ഥലത്തെ ശുദ്ധതയോടെ മൂടി ചുളിക്കുന്നവരെയും നിഖ്യാലക്കോപോലിസിലും എഫേസോസ് പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർശ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലേമിയസും ദിവനാസിയോസും അഥാനാസിയോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പുരുഷാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നത ഗൗരവമായ പ്രശ്നനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവനെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാവും സംശയം കൂടാതെ മാതാവെന്ന് എല്ലാ ഇപ്പോഴും പ്രസംഗിച്ചതിനുമായി ഞങ്ങളുടെ പാത്രർഗീസ്മാർസേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാറിയാക്കോ പ്രധാനായും മാറിയാക്കോ മാറിസാക്കമാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാബർസവുമായും മാർസമോർദസ്നിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും മാർ ബസേലിയോസും മലങ്കരയുടെ പരിശന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുലെ സുബാൻ ലെവൽ മീ അറിവുകളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസലായ സ്ഥലം മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുവിളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മഷാട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോ നിന്ന് അട്ടഹിച്ച് പറയണം. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, പൊതുവായ പുനരുദ്ധാന
പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശുഭസിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലെവൽ മീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. റഹ്മാദലഹോ വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങൾ വലരുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേക ഈ ദിനത്തിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൽ പരിഭാവനാകാത്ത സൂക്ഷിക്കുന്നവരാകുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വായുകളെയും അധരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഭദ്രവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ നീ ഞങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാൻ ലെവൽ മീ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അടക്കപ്പെട്ട രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബഹവേ തൈബുസോ റഹമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാഥവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുരന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താരൻ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ
കാലമായി രാജഭാമിനിയും റോഹോ കാദേശോ ഭാജനമേ മറിയാമിൻ സ്മരണം ബറോവൽ റോഹോ കാദേശോ ഒറാനീസോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അണികളെയും നിൻ കോപത്തിൻ വഴികളെയും മായ്ച്ചിടേണം. പോലെ തളിർത്തിടമേ ഹല്ലേലൂയ വളരുമവല്ല ബനോൻ കാരയിൽ പോ ബറോവൽ റൂഹോ കാദിസോ ഒരു പോലെങ്യം ഓർ ഗ്രിഗോറിയോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീച്ചോർക്ക സൗമൻകാലസ്കുറിയേലായി സോ പ്രാർത്ഥനയിൽ സമയമേതല്ലോ മോർ ഗ്രിഗോറിയോസ് കോട്ട തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴും നിൻ പാട്ട് ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശേ ഗോത്ര കൈവാഴ്ത്തേണം ഭാരതമോ ബോല ബറോവൽ റൂഹോ കാദിസോ ും മാഗ്രീഗോറിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ കൂടി ചോടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോരാകെ പേരൈനുവാദാറി മോർ ഗ്രിഗോറിയോസ് സൽഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയുമാരട്ടെ. ശാർദും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നവാന്മാരും ഹാലേലൂയ ഹാലേലൂയ നിന്റെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ ഹാലേലൂയ
شبهولا بولا بروبل روحو قاديسو الغولم آدم الغولم والمينامي ശുചിയുടെ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ മാനവരത്തു വസിക്കേണം സൗമൻ കാലസ്കുറിയേലായി നിർമ്മലമബഹായിൽ കാർത്രോ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിഞ്ചെല്ലും വന്ദീരന്മാദേവാകാരെ പാരയ്ക്കുമോ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേകേണമി മൊറിയോരാകെ മേലൈനുവാദാരേ ആചാര്യേശ മശിഹാവോലാ ശകലാർപ്പിച്ചോൻ ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുലിരുതല്യങ്ങളുടെ നാളുകളഹോ ഹാലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മാറിക്കുമോ മിനോലം വാദാമിനോലം ഉൽമീനാമീൻ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൽ ജീവാസ്വരമതുണർത്തണമേ കബറിനൊദ്യാനത്തിനാൽ സൗമൻ കാലസ്കുറിയേലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസം പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു നയവാൻ മാത്രം മുൻകൊമ്പിൽ നാദം കേട്ടേ അങ്ങിയണിനെതിരേൽപ്പാനായി പോയിടുന്നു മുറിയോരാകെ നിലയിലുവാതാറി പരമാതിരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേടേണം വിശുദ്ധ കുർബാന അനുഗ്രഹമുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലണം. എന്റെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. അതിനാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുരചയില
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവാവായ അരുളി ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, ഞാൻ നിന്റെ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷിക്കോ കുറ്റാരോണത്തിനായി തീരാതെ എന്റെ കർത്താവ് എന്നേക്കും എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനം ഭാഗ്യമുള്ള മോപ്രസന്നമായി തീരണമേ. ആമീൻ. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനേ ഞങ്ങൾ വിധിയേറ്റിടരുതേ. കർത്താവേ, നിന്റെ സ്വർഗീയമേശ സംബന്ധിച്ചതിന് എന്നെ യോഗ്യനായിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞാൻ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായിട്ട് സംബന്ധപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരിലൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
അട്ടഹസിച്ചു പറയണം. മഹാസിയോനോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച മേൽ സംബന്ധിപ്പാനിരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ശരിയപ്പെടുമാറാകട്ടെ. Subholog, subholog, moran valohan level mean. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. മോറാൻ യേശു മശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
മറിക്കുമോർ ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വായികളെ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലം അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. മറിക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോർ നൽകപ്പെട്ട രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ ഇടയാക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലെവൽ മീ. പരമോന്നതമാ പദമതിലമരും പരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താ സൂക്ഷിക്കണമേ, ചേർത്തിടണമേ ഞങ്ങളെ ദയ ശ്ലീബാത്തണലിൽ തവക കൃപയി പൂജക നിവഹേ വർഷിക്കണമേ. മസിഹാമന്നൻ ജാതം ചെയ്തൊരു ഗുഹദൻ ദ്വാരേ പ്രതിമസിഹായിൽ പ്രാപിച്ചോരേ പ്രതിപൊതുവായി പൊടിയോടു സമനും നിന്നിത മണ്ണും ഹീനനുമാം ഞാൻ പരിമളമിയലും പ്രസവന ബലിയേ അർപ്പിച്ചല്ലോ. യേശു പിതൃസുതനേ, ഞങ്ങളെ കാക്കണമേ. യേശു മറിയസുതാ, ഞങ്ങളെ തുണയ്ക്കണമേ. യേശു ബലപ്പെടുത്തി, യേശു യേശു ദോഷിയെ ഞങ്ങളിൽ നിന്നകറ്റണമേ. യേശു അകൃത്യവും പാപവും മോചിക്കാൻ യേശു ദിവസം കരുണ തോന്നണമേ. ശലം ദസ്ലോമാമീൻ അഹായ് ഹബീബായ്. വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ
പരിശുദ്ധവും മഹത്വമുള്ളതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയശ്രീബാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരുമേ, വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ പരേതർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യും. ആമീൻ. ഞാൻ ബലഹീനനും മഹാപാപിയുമാകുന്ന ദാസനാകും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി തുളഞ്ഞ സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. എനിക്കുമുണ്ടായില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കടന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ നീതിപാതകൾ നടത്തുന്നു. കോഴികൾ താഴെകളിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടോടിയിരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നു നിൽക്കുന്നു. എന്റെ തലയുണ്ടോണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞുകഴിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദൈവമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ ഇന്ന് ഈ പരിശുദ്ധ ബലിയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ 12 ശ്ലീഹന്മാരെ സുവിശേഷ ദൗത്യവും ഏൽപ്പിച്ചുകൊണ്ട് അയക്കുന്നതായ ഭാഗം നാം വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. അനേകം ഉത്തരവാദിത്തങ്ങൾ വിവിധ നിലയിൽ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിച്ച് പോകരുത്. പ്രത്യേകമായി ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു മകനായി, മകളായി, ഒരു സഹോദരനായി, സഹോദരിയായി, ഭാര്യയായി, ഭർത്താവായി, അമ്മയായി, അപ്പനായി, ഇങ്ങനെ വിവിധ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അവിടെയൊക്കെയും പരിപൂർണ വിശ്വസ്തയോടുകൂടി, പരിപൂർണ വിനയത്തോടുകൂടി ദൈവത്തോട് നന്ദിയുള്ളവരായി നാം നിൽക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണം ഇടയാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെയും നാം പരിപൂർണ വിശ്വസ്തയോടുകൂടി ദൈവത്തിന് നിലനിൽക്കുവാനും
ദൈവ സാന്നിധ്യബോധത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നാം അതിനെ തരണം ചെയ്യുവാനും തക്കവണ്ണം നമുക്കിടയാകുമ്പോഴാണ് നാം ദൈവികരായി വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ച് പോകരുത്. അപ്രകാരം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി നിലനിൽപ്പാൻ തക്കവണ്ണം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യതയോടുകൂടിയും പരിപൂർണ വിനയത്തോടുകൂടിയും നാം ഓരോരുത്തരും നിർവഹിപ്പാനും തക്കവണ്ണം നമുക്ക് ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഉദ്ബോധിപ്പിക്കുക. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലിജു അച്ഛൻ നാട്ടിലേക്ക് പോകുകയാണല്ലോ. പ്രത്യേകമായി അച്ഛൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഈ ദേശത്തെ നമ്മോടൊപ്പമുള്ള അച്ഛൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കൊക്കെ ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഓർത്ത് പോവുകയാണ്, കഴിഞ്ഞ വർഷം അച്ഛന് ഞാൻ വന്നപ്പോൾ ചില കാരണങ്ങളാൽ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, അച്ഛാ ഞാനങ്ങ് പോകുവാൻ ആഗ്രഹിക്കുന്നു, തിരുമേനിയോടൊന്ന് പറയണേ, എനിക്കങ്ങ് തിരികെ പോകണം എന്ന് അച്ഛനെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഒരു കുഞ്ഞനുജനെ പോലെ ഞാൻ വിളിച്ച് വാത്സല്യത്തോടുകൂടി അച്ഛനോട്, അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ തീർച്ചയായിട്ടും അങ്ങനെ പോകേണ്ട ആളുമല്ല, വളരെ സന്തോഷത്തോടുകൂടി നമുക്കൊരുമിച്ച് ഇവിടെ ആയിരിക്കാനും ദൈവം ആക്കിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ച് അനുഗ്രഹത്തോടുകൂടി മടങ്ങിപ്പോകുവാനും തക്കവണ്ണം ഇടയാകണം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിലും അത് നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം വളരെ നിങ്ങളെല്ലാവരുടെയും സ്നേഹം അനവധിയായി നേടുവാൻ തക്കവണ്ണം, നിങ്ങളുടെയൊക്കെ കരുതൽ അനവധിയായി നേടുവാൻ തക്കവണ്ണം, നിങ്ങളുടെയൊക്കെ അച്ഛൻ പോകുന്നതിനുള്ള ദുഃഖവും പ്രയാസവും കാണുമ്പോൾ, നിങ്ങൾ എത്രമാത്രം അച്ഛനെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അപ്രകാരം നമ്മുടെ വൈദികരെ സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തുടർന്നും നമുക്കെല്ലാവർക്കും ഇടയാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ വൈദികരെയും നമ്മൾ പരിശുദ്ധ ത്രോണോസിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവരും അപ്രകാരം നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥന വൈദികരുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ച് പോകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ആത്മീക ലോകത്ത് പോലും നേരിടുന്ന ഒരവസരത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ ഓർക്കുവാനും എല്ലാ വൈദികരെയും ഓർത്ത് സമർപ്പിക്കാനും പ്രത്യേകമായിട്ട് ഇടയാകണം എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വൈകിട്ട് 9:30 മണിക്കുള്ള കുവൈറ്റ് എയർവേസിന് നാട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം 6:30 മണിക്ക് സാൽമിയ പാഴ്സണയിൽ നിന്ന് എയർപോർട്ടിലേക്ക് തിരിക്കുന്നതാണ്. കഴിവുള്ള എല്ലാ ഇടവകാംഗങ്ങളും ബഹുമാനപ്പെട്ട അച്ഛനെ യാത്രയാക്കുവാനായിട്ട് കടന്നു വരണം. അച്ഛന് എല്ലാവിധമായ യാത്രാ മംഗളങ്ങളും പ്രത്യേകമായി എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ, ഇടവകയുടെ നാമത്തിൽ, നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ അറിവിലേക്ക് അറിയിക്കുവാനുള്ള അനൗൺസ്മെൻറ്റുകൾ വായിക്കുന്നു. ഇടവകയുടെ ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ബഡ്ജറ്റ് ജനറൽ ബോഡി ജൂൺ മാസം 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് NECKയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ അജണ്ട പ്രയർ, കണ്ടോളൻസ് പ്രയർ, നോട്ടിഫിക്കേഷൻ ഓഫ് അജണ്ട, പ്രസിഡൻഷ്യൽ അഡ്രസ്, മിനിറ്റ്സ് ഓഫ് ദി പ്രീവിയസ് ജനറൽ ബോഡി മീറ്റിംഗ്, matters arising out of the minutes, audit report for the year 23-24, annual accounts for the year 23-24, annual report for the year 23-24, budget for the year 24-25, managing committee recommendations if any other matters allowed by the chair, conclusion prayer. പൊതുയോഗത്തിൽ സംബന്ധിക്കുവാനുള്ള എലിജിബിൾ ആയവരുടെ ഫൈനൽ ലിസ്റ്റ് ഇന്ന് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഇടവകയുടെ പുതിയ അസോസിയേറ്റ് വികാരിയ നിയമിതനായിരിക്കുന്ന നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛനെ മഹായിടവയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെയും പ്രിയപ്പെട്ട ജോബിനച്ഛൻ പ്രത്യേകമായി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു.
ഇന്ന് ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ പോവുകയായതുകൊണ്ട് ലിജു അച്ഛന് ഇന്നിവിടെ കുർബാന ചൊല്ലിയല്ല എങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു ഇന്ന് കുർബാന ചൊല്ലേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മോടൊപ്പം അച്ഛനുണ്ടല്ലോ. തീർച്ചയായിട്ടും അച്ഛനെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്കിടയാകണം. കൂടുതൽ അച്ഛനുമായിട്ട് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ഒരുമിച്ച് പ്രവർത്തിപ്പാനും തക്കവണ്ണമൊക്കെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കിങ്ങിണിക്കൂട്ടം 2024 മാതൃഭാഷ പഠനക്കളരി സംഘടിപ്പിക്കുന്നു. ജൂൺ മാസം 13 മുതൽ 21 വരെ അബ്ബാസിയ സെൻറ്റ് ബെസിലസ് ചാപ്പലിലും സാൽമിയ സെൻറ്റ് മേരീസ് ചാപ്പലിലും ക്രമീകരിച്ചിരിക്കുന്ന പഠനക്കളരിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ യുവജന പ്രസ്ഥാനം പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സെൻറ്റ് കുര്യാക്കോസ് പ്രയറിൽ മിസ്റ്റർ സാബു ഏലിയാസും സെൻറ്റ് ബഹനാൻസ് പ്രയറിൽ മിസ്റ്റർ ലാൽ തോമസും വചന ശുശ്രൂഷ നൽകുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 2010 മുതൽ ഇടവാംഗവും സെൻറ്റ് തോമസ് പ്രയർ ഗ്രൂപ്പിൽ കൂടി വരുന്ന തിരുവല്ല കുറ്റപ്പുഴ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി മാതൃകിടാംഗമായ ശ്രീ മാത്യു ജോസഫും കുടുംബവും കുവൈറ്റിലെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 22-ാം തീയതി പാഴ്സനേജിൽ വെച്ച് അദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകപ്പെട്ടു. അദ്ദേഹവും കുടുംബവും നമ്മുടെ ഇടവയ്ക്ക് നൽകി തന്ന എല്ലാ നല്ല സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ KCCയുടെ വുമൻസ് കമ്മീഷൻ്റെ ഒരു ഡിവോഷണൽ സോങ് പ്രോഗ്രാം 2024 ജൂൺ മാസം 6-ാം തീയതി വൈകിട്ട് 7 മണി മുതൽ NECKൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഏവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിട്ട് അതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു ടീം അതിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ആ പ്രോഗ്രാമിൽ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛനെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ഒരു വാക്ക് പറയാനായിട്ട് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ലിജു അച്ഛനും 2 വാക്ക് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കും. എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ബിജു അച്ഛനോട് നന്ദി കരയേറ്റുന്നു. ജ്യേഷ്ഠ സഹോദരനാകുന്ന എൻ്റേത് ഒരു കാര്യം ഞാൻ ഇന്നലെവായിട്ട് പറഞ്ഞു, അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങളുടേതായിരിക്കുന്ന പ്രാർത്ഥന ആശംസകൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി എന്നോടുകൂടി നിൽക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളൊക്കെയും നിലകൊള്ളുമ്പോൾ അച്ഛൻ ഓൾറെഡി സൂചിപ്പിച്ചു, അച്ഛന്മാർക്ക് ശക്തി പകരുന്നത് ജനത്തിൻ്റെതായിരിക്കുന്ന പ്രാർത്ഥനയാകുന്നു. ദൈവാനുഗ്രഹം ദൈവകൃപ തീർച്ചയായിട്ടും ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനേക്കാട്ടിലും ഉപരിയായി ശക്തിയായി ജനത്തിൻ്റെതായിരിക്കുന്ന പ്രാർത്ഥന ഓരോ വൈദികരെയും ശക്തരാക്കുന്നു. ദൈവസന്നിധിയിൽ നിലകൊള്ളുവാനും ദൈവസന്നിധിയിൽ നിന്ന് അഗ്നിയുടെ മുമ്പിലാകും ഞങ്ങൾ നിലകൊള്ളുന്നത്. ആ അഗ്നിയിൽ നിന്നും ഞങ്ങൾ അനുഗ്രഹങ്ങൾ പേരി നിങ്ങളുടെയിലേക്ക് അത് കടന്നു വരുമ്പോൾ ഞങ്ങൾ ആ അഗ്നിയിൽ ദഹിച്ചു പോകാതിരിക്കുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഏറെ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാകുന്നു. മഹാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. വിശാലമായിരിക്കുന്ന ഒരിടവക ഒത്തിരി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ ബലഹീനനായ എന്നെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടേതായിരിക്കുന്ന സ്നേഹവും നിങ്ങളുടേതായിരിക്കുന്ന എല്ലാ കരുതലുകളും എന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലിജു അച്ഛനോടുള്ള പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും നന്ദി നിങ്ങൾ എങ്ങനെ കാട്ടിയോ അങ്ങനെ തന്നെ എന്നോടും കൂടി ഉണ്ടായിരിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദര വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ, ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛൻ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഇടവകയിൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എന്നെ അർഹനാക്കിയതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് വിശുദ്ധ കുർബാന ചൊല്ലുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ 5-6 പേര് മാത്രമായിരുന്നു ഇവിടെ കുർബാനയ്ക്ക് വന്നിരുന്നത്.
ആ സമയത്തും ഇപ്പോഴും ദൈവം നമ്മെ നടത്തുന്ന ആ ഒരു വലിയ അത്ഭുതകരമായ ആ ഒരു അനുഗ്രഹം, അത് മുൻപോട്ടും നമ്മെ എല്ലായ്പ്പോഴും സഹായിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചൊരിഞ്ഞു തന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിജു അച്ഛനോടൊപ്പം ഈ കഴിഞ്ഞ വർഷമായിരിക്കുവാനായിട്ട് ഇടയായി. അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ കരുതലിന് നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെയും സമർപ്പിക്കണം. ബലഹീനരായ ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ മാത്രമാണ്. എനിക്ക് നിങ്ങൾ ചൊരിഞ്ഞു തന്ന ആ സ്നേഹം അതിലിരട്ടിയായി അച്ഛനും നൽകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം വരുന്ന വൈദികരെയൊക്കെ നിങ്ങൾ കരുതുന്നത് ആ രീതിയിലാണെന്ന് എനിക്കറിയാം. ഞാൻ എനിക്ക് മുമ്പിരുന്നവരെയും ഇപ്പോൾ വരാനിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നവരെയൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്രകാരം ചെയ്യും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസവുമുണ്ട്. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ഇന്ന് വൈകിട്ട് കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ 9:45 നാട്ടിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. 6:30 ആകുമ്പോഴത്തേക്ക് പാർസനേജിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. ദൈവഹിതമായാൽ യാത്രകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ജഗദൽപൂർ എന്ന് പറയുന്ന പുതിയ ഇടവകയിൽ ഈ മാസം 15 ചാർജ് എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇടവകയും ഒരു സ്കൂളും 3 കോൺഗ്രിഗേഷനും ഒക്കെയുമുണ്ട്. അവിടെയും ഈ പറഞ്ഞതുപോലെ ചലഞ്ചസുകളൊക്കെ ധാരാളമുണ്ട്. ചെറിയ ഇടവകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രാർത്ഥനായോഗത്തിൻ്റെ പകുതി പോലും അംഗങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ എവിടെയായിരുന്നാലും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെ ശക്തരാക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യാത്രകൾ മംഗളകരമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിസ റിന്യൂവലിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ശരിയാവുകയാണെങ്കിൽ എനിക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരികയില്ല. അത് ശരിയായില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ ഒന്ന് ഇവിടെ വരെ വരേണ്ടി വരും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിന് ടാറ്റ നൽകി, ഈ പ്രാവശ്യം വീണ്ടും ഇവിടെ നിൽക്കുന്നോ എന്നൊന്നും ചിന്തിക്കരുത്. എല്ലാം ശരിയാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 3 വർഷക്കാലത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ഇത് 4-5ാമത്തെ വർഷമൊക്കെ ഞങ്ങളായിരിക്കുന്നു. ഈ 5 വർഷമൊക്കെയും ഈ ഇടവകയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗത്ത് കർത്താവിൻ്റെ കുരിശെടുക്കുന്ന ക്രിസ്തു ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. ആ കുരിശിൻ്റെ 2 അർത്ഥങ്ങൾ കഴിഞ്ഞ MGOSSM മീറ്റിങ്ങിൽ ഞാൻ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ആ കുരിശിൻ്റെ 2 ബന്ധങ്ങളുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം പൂർണ്ണമാകുമ്പോഴാണ് ആ ക്രിസ്തീയത, ആ കുരിശിൻ്റെ അർത്ഥം, അതിൻ്റെ ത്യാഗം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, ഇതൊക്കെയും ഏറ്റവും അർത്ഥവത്താകുന്നത്. അപ്രകാരം കൂടുതൽ സാക്ഷ്യത്തോടെ ഈ പ്രവാസ ജീവിതത്തിലായിരിക്കുവാൻ, പ്രവാസ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് നമ്മൾ ഇവിടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 വൈദിക ശ്രേഷ്ഠരുടെയും നേതൃത്വത്തിൽ നാൾക്കുനാൾ അനുഗ്രഹം പ്രാപിച്ച് മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ അനേകർക്ക് സഹായകരമായി വിളങ്ങുവാൻ, മലങ്കർ സഭയിൽ ഉന്നതിയിൽ വിളങ്ങുവാൻ ഈ മഹാ ഇടവകയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടവക വികാരി നിയുക്തനായിരിക്കുന്ന നമ്മുടെ ഇടവക സഹവികാരി, ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് ചാർജുള്ളൂ, 4 മുതൽ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ സഹവികാരിയായിരിക്കുന്ന ജോബിനച്ഛൻ, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, ഓഡിറ്റേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രാർത്ഥനയോഗ ജനറൽ സെക്രട്ടറി, പ്രാർത്ഥനയോഗ സെക്രട്ടറിമാർ, നിങ്ങളെല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും, ആധ്യാത്മിക ആത്മീയ സംഘടനകൾ, അതിൻ്റെ ഭാരവാഹികൾ, എല്ലാവരോടുമുള്ള നന്ദി, പ്രത്യേകിച്ച് കൊയറുകൾ, എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹവും. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരിയും എനിക്ക് തോന്നുന്നു പ്രയാസപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പിച്ചൊക്കെ എങ്ങോട്ടേക്കാണ് പോകണം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, അത് അവർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയത്തുള്ളെങ്കിലും അവരൊക്കെ ഇത്രയും നാൾ സന്തോഷത്തോടൊക്കെ അത് സഹകരിക്കുകയും ഈ ശുശ്രൂഷയൊക്കെ ഭംഗിയാക്കുവാനൊക്കെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. എല്ലാവരോടുമുള്ള നന്ദി, പ്രത്യേകിച്ച് ആമോസിനോട്
എല്ലായ്പ്പോഴും അവർ മദ്ബഹായുടെ ശുശ്രൂഷയിൽ പൂർണ്ണ ഒരുക്കത്തോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരനുസരിച്ച് അവരേറ്റവും ഭംഗിയായി അടുക്കും ചിട്ടയോടൊക്കെ അത് ചെയ്യുന്നുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുൻപോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം പ്രാർത്ഥിക്കുവാനും പരസ്പരം കാണുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈമുത്തുവാനായിട്ട് കടന്നു വരാവുന്നതാണ്.